ഇപ്പോൾ അനുപ്രസാദ് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം കുറിച്യർമല പ്രദേശവാസിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുപ്രസാദ്, കേൾക്കാമോ? അമ്പുകുത്തി അമ്പലവയലിനടുത്തുള്ള അമ്പുകുത്തി എടക്കൽ ഗുഹേന്റെ പരിസര പ്രദേശത്തുള്ള ആളാണ്. അമ്പുകുത്തി പ്രദേശത്ത് അവിടെയാണ് വലിയ ശബ്ദം കേട്ടത്. അതെ അതെ ഇടിമുഴക്കമാണെന്ന് അതെ ആദ്യം കരുതിയത്. എങ്ങനെയാണ് അതെ താങ്കൾക്ക് അത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഞാൻ വീടിനകത്തായിരുന്നു. എനിക്കതൊരു ഒരു വലിയ മുഴക്കള് ഒരു ചെറിയ ശബ്ദമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ പിന്നെ പല ഭാഗത്തും പല രീതിയിലാണ് ആളുകൾക്ക് എഫക്ട് ചെയ്തിട്ടുള്ളത്. ചില ഭാഗത്ത് കേട്ട ആളുകളില്ല. ഇനി അവര് വീടിനകത്തായത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ പുറത്തുള്ള ആളുകളെല്ലാം തന്നെ ഇത് വലിയൊരു ശബ്ദമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഈ റൂഫിംഗ് ഷീറ്റൊക്കെ കുലുങ്ങുക, അതേപോലെ പാത്രം അടുക്കി വെച്ചത് കുലുങ്ങുക. പിന്നെ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ അസംബ്ലി സമയത്തായിരുന്നു. അവർക്ക് അടുക്കി വെച്ച ബാഗ് മറിഞ്ഞു വീണതായിട്ടാണ് അവർക്ക് തോന്നിയത്. പിന്നെ അതിന്റെ ശബ്ദം അവർക്ക് കേട്ടിരുന്നു. 3 പ്രാവശ്യമായിട്ട് അവർക്ക് ശബ്ദം കേട്ടത്. ഒരു എക്കോ പോലെ 3 തവണയായിട്ട് അവർക്ക് ശബ്ദം കേട്ടിട്ടുണ്ട്. ഇതൊരു വലിയ ശബ്ദം ഉണ്ടായിരുന്നതിന് അപ്പുറത്തേക്ക് ഇത് എവിടെ നിന്ന് വന്നുവെന്നോ, ഏത് ഭാഗത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നോ, അല്ലെങ്കിൽ ഇത് പിന്നെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു നാശനഷ്ടം ഇതുവരെ ആരും അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഇത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു വലിയ ശബ്ദം ഉണ്ടായി, അതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായി. അതുമൂലം പിന്നെ ഒരു ഷീറ്റ് കാര്യങ്ങളൊക്കെ കുലുങ്ങുക എന്നല്ല, അപ്പുറത്ത് നിലത്തുനിന്ന് അത് ഫീൽ ചെയ്തിട്ടില്ല ആളുകൾക്കൊന്നും. അതാണ് അനുപ്രസാദ്. കാരണം ഈ അമ്പലവയലിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പഞ്ചായത്ത് അധികൃതരൊക്കെ പറയുന്ന ഇത്തരത്തിൽ തന്നെയാണ്. ഈ വീടുകളൊക്കെ പരിശോധിച്ചപ്പോഴും അവിടെ ഇങ്ങനെ വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല. മാത്രമല്ല കിണറിൽ നിന്ന് വെള്ളം കവിയുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമി കുലുക്കം എന്നുള്ളൊരു ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അതല്ല എന്ന് സ്ഥിരീകരിക്കത്തക്കവണ്ണം ഒരു വലിയ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ്. അതെ അതെ, ഇത് ഇനി പിന്നെ ആകാശത്തു നിന്നാണോ ഭൂമിയിൽ നിന്നാണോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് പിന്നെ നമ്മളൊരു മലമ്പ്രദേശമാണ്. വലിയൊരു അമ്പൂത്തിമല സ്ഥിതി ചെയ്യുന്ന ഒരു മലേന്റെ താഴ്ഭാഗത്താണുള്ളത്. അപ്പോൾ ആ ഒരു എക്കോ പോലെ ഈ ഒരു ഭാഗത്തു നിന്നാണ് എല്ലാവർക്കും സൗണ്ട് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിന്റെ പ്രഭവ കേന്ദ്രം ഇവിടെ തന്നെ ആയിരിക്കണം എന്നില്ല. പല ആളുകൾക്കും പല ദിക്കുന്നാണ് ഈ ഒരു ശബ്ദം കേട്ടിട്ടുള്ളത്. ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ഏത് ഭാഗത്തു നിന്നാന്നുള്ളത്. ഓക്കെ. പ്രദേശത്തിന്റെ പ്രത്യേകത കൂടി കൊണ്ടായിരിക്കും അല്ലെ ഒരു മുഴക്കമൊക്കെ എന്ന് വെച്ചാൽ അതെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്കോ സൗണ്ട് പോലെ നമ്മളിപ്പോ ഒരു മല അടിവാരത്ത് നിന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ 2-3 തവണയായിട്ട് നമുക്ക് ഒരു എക്കോ സൗണ്ട് ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെയാണ് പിന്നെ പല ആളുകൾക്കും കേട്ടിട്ടുള്ളത്. സത്യത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടായെന്നുള്ളത് പിന്നെ അധികൃതർ അതിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനെ ഞങ്ങൾ ആശങ്ക ദൂരീകരിച്ചു തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കാരണം അതെ, ഭാവിയിലേക്ക് കൂടി നമുക്ക് കരുതൽ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിലുള്ളപ്പോൾ. അനുപ്രസാദ്, ഒറ്റ കാര്യം കൂടി, പ്രദേശത്ത് നിന്ന് ആളുകളെ ഒരുപക്ഷെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടതായോ അല്ലെങ്കിൽ സത്യത്തില് ഈ ഒരു പിന്നെ നമ്മളെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വൈകുന്നേരമാണ് ഇവിടുത്തെ ക്യാമ്പ് പിരിച്ചുവിട്ടത്. 10 ദിവസമായിട്ട് എല്ലാവരും ക്യാമ്പിലായിരുന്നു. ബാക്കി അതായത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കൂടുതലും പിന്നെ ട്രൈബ്സ് ആണ്. അവരെ കംപ്ലീറ്റ് ഈ മലയടിവാരത്ത് നിന്ന് അമ്പൂത്തി സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 120ഓളം ആളുകൾ ക്യാമ്പിലായിരുന്നു 10 ദിവസമായിട്ട്. ഇന്നലെ വൈകുന്നേരമാണ് ആ ക്യാമ്പ് പിരിച്ചുവിട്ടത്. ഞങ്ങളൊക്കെ ഒരു 4-5 ദിവസം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മഴ സമയത്ത് ഇത് തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നമാണ്. 2018 ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു മേഖലയാണ് പിന്നെ ഈ ഒരു പ്രദേശം. ഇവിടുന്ന് ഒരുപാട് ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും മാറ്റി താമസിപ്പിക്കുന്നതാണ്. കാരണം ഈ മലയുടെ മുകളിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, 2-3 പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ ഇവിടെ മാറ്റി താമസിപ്പിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വരെ അത്തരത്തിൽ ക്യാമ്പുകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഉണ്ട് അല്ലെ? വേണമെങ്കിൽ ഇത് ആദ്യമായിട്ടുള്ളതാണ്. 2018 മുതൽ ഇങ്ങോട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-6 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു വർഷമായിട്ടാണ് നമ്മൾ ക്യാമ്പിലേക്ക് മാറാതിരുന്നിട്ടുള്ളത് ഇവിടുത്തെ ആളുകൾ. ബാക്കി എല്ലാ വർഷവും നിരന്തരമായിട്ട് മഴ കനത്താൽ ആശങ്കയോട് കൂടി മാറി താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഓക്കെ, അപ്പൊ ഇതിന് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനം ഉരുൾപൊട്ടലുകൾ 2-3 സ്ഥലങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ മാറി താമസിക്കുന്ന പ്രദേശമാണ്. യെസ്, അതുകൂടി കണക്ക് ചെയ്യാൻ അധികൃത നിർമ്മാണങ്ങൾ കൂടി കണക്കിലെടുക്കണോ എന്നുള്ളതാണല്ലേ? അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. അതായത് ഈ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പൂത്തിമലേന്റെ ഭാഗങ്ങൾ മുഴുവൻ തന്നെ റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. അവിടെ തന്നെ നിരന്തരം പരാതി കൊടുത്തിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും നടക്കും. അതിന്റെ മുകളിൽ ഇറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഓഫ് റോഡിന് റോഡുകൾ വെട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് 2015 കാലഘട്ടങ്ങളിൽ. അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയ തോതിലുള്ള മരമുറികൾ നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു മലയുടെ മുകളിൽ ഏകദേശം ഒരു 3 മീറ്ററോളം മാത്രമാണ് മാക്സിമം ലെവലിൽ മണ്ണുള്ളത്. അതിന്റെ താഴേക്ക് പാറയാണ്. അപ്പോൾ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത 2018-ലും 2019-ലും
2012 ഉരുൾപൊട്ടലുണ്ടായി, അതിന് ശേഷം വിള്ളിച്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജിയോളജി വകുപ്പ് വന്ന് നേരിട്ട് പരിശോധിച്ചിട്ട് അവിടെ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത പറഞ്ഞു പോയ മേഖലയാണ്. ശരി, വ്യക്തമാണ്. അതിലാണ് കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ അനുപ്രസാദ്, ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.